നിഷാദ പാർട്ടി അഡ്വാൻസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അഡ്വാൻസുമായിട്ട് പാർട്ടിനെ കൊണ്ട് അടുപ്പിക്കാം. എന്തായാലും ഇപ്പൊ എത്തും. കുറച്ചു കാലം ജയിലിൽ കിടന്ന് ഇനി തിരിച്ചങ്ങോട്ട് പോകാനാവൂലട്ടാ. ഉണ്ടായി നമുക്ക് ഇവിടെ തട്ടിമുട്ടിട്ടേ നിന്നേ പറ്റൂ. ആ ബീരാനെ കണ്ടുകാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 1000 റുപ്യ വായ്പ. നിഷാദെ ഈ കച്ചവടം നടക്കും. ഇത് നടക്കും. ആർക്ക് തരാൻ ഞാൻ തരും, വൈകുന്നേരം തരും. അല്ലെങ്കിൽ അഡ്വാൻസ് സൈറ്റുകൾ പോരെ, കുഴപ്പമില്ല. വരട്ടെ വീരാനോടെ എങ്ങനെങ്കിലും 1000 തൊണ്ടാതെ പോകരുത് കേട്ടോ. ബീരാനൊരു കാര്യം ചെയ്യാം, ഇന്ന് പഞ്ഞിക്കിട്ടോ പോവിടെ. തന്നില്ലെങ്കിൽ ആദ്യം സോപ്പിട്ട് പൈസ വാങ്ങാൻ നോക്കാം. എന്നാ പോയോക്ക, ഓന്റെ പദ്ധതി നോക്കാം. എന്താ വിളിച്ചോക്ക, അങ്ങോട്ട് ചാടിക്കൂടാ, അങ്ങോട്ട് ചാടിക്കൂടാ. ഒന്നില്ല ഈ സ്ഥലത്തിന് വന്നാണ്. ഇപ്പൊ ഇന്ന് കച്ചവടാക്കാൻ വന്ന കച്ചവടാക്കാൻ വന്നാണ്. ഇത് നല്ല വരുന്നുണ്ട്, നല്ല സ്ഥലല്ലേ. അത് പിന്നെ കോഴിക്കോടില് പാർട്ടിയാണല്ലേ. ഒന്ന് കച്ചവടം നടക്കും, ഇന്ന് ഒരു 1000 രൂപ വായ്പ. ഇതിന് മുന്നേ വാങ്ങിയതൊന്നും തന്നിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ തിരിച്ചു എന്നോട് തരാത്തോണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് ധൈര്യമായിട്ട്. വാങ്ങിയതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർക്ക് മുഴുവൻ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അനക്ക് അങ്ങനെ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കട്ടെ, അപ്പൊ ഞങ്ങൾ തിരിച്ചു തരുന്നുണ്ട്. 1000 കാട്ടിക്കാം. അതെല്ലാം ഞാനിപ്പോ വെള്ളം കുടിക്ക പൈസ ഒക്കെ തരലില്ല. ഇന്നത്തെ വെള്ളം കുടിക്കുള്ള കായ് കാട്ടൊന്നുമില്ലല്ലോ, എനിക്ക് തിരിച്ചൊന്നും തരുന്നില്ലല്ലോ. ഇങ്ങനെ എപ്പോഴെപ്പോഴും എനിക്ക് തിരിച്ച് പൈസ തരാൻ പറ്റൂല. കാര്യം ചെയ്ത് വാങ്ങിയത് മറന്നോ, ഇന്നത്തെ മുതൽ കണക്കെട്ടോ, എന്നിട്ട് ആ പൈസ കൊണ്ട് കാട്ട്. ഇന്നത്തെ കാട്ട് വീരനെ മര്യാദക്ക് പൈസ കൊടുത്താൽ ഞങ്ങളെ സ്വഭാവം എനിക്ക് അറിയണല്ലേ. പൈസ എടുക്ക്, പൈസ രണ്ടാമത് പോയ പൈസ തരില്ല. ഇങ്ങനെ കണ്ടു പഠിച്ചോട്ടെ. നമ്മള് കൂട്ടിയാ കൂടുവോ? കൂടിയേ പറ്റൂ. എന്നൊരു കാര്യം ചെയ്യാം, ഇവന്റെ പരിപാടി എന്താന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുള്ളൊരു പണി ഇവനാട് കൊടുക്കാം. നായിന് തല്ലി അതിന് പണിയുണ്ട്, വായിക്ക്. ആ കച്ചവടം നടത്തണമെന്ന് എനിക്ക് കാണണം. പണ്ടറടങ്ങിയ കച്ചവടം മുടിഞ്ഞു പോട്ടെ. പണ്ടറടങ്ങനെ കച്ചവടം ബീരാന്റെ അഥവാ നടന്നാൽ തന്നെ കായ് അങ്ങനെ പൂജ. ബീരാന്റെ കച്ചവടം ഒന്ന് കണ്ടിട്ടേ ബാക്കിയുള്ളൂ. ഇന്ന് അത് കഴിഞ്ഞിട്ടേ പോണുള്ളൂ. അങ്ങനെ നേരം വയ്യ. കുറച്ച് ഓരോ പരിപാടി ഉണ്ടായിരുന്നു. ഞാനും ഓരോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളായിട്ട് കാത്തിക്കാണ്. ശരി വരും. ഞാൻ നമ്മളിപ്പോ നിങ്ങളെ കണ്ടതാണല്ലോ സ്ഥലം. സുഖമായിട്ട് ഇതിപ്പോ ആരൊക്കെ? ഇതെന്റെ മോൻ, ഇത് മരുമോൻ, മോള്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ സ്ഥലം ഞാൻ. പിന്നെ ഈ സ്ഥലത്ത് നോക്കിക്കോളൂ, അലുവകാശം മുറിച്ച് മാറ്റിയ കഷ്ണമാണ്. ഇതേമാതിരി സ്ഥലങ്ങൾക്ക് അവിടെ പോയാലും കിട്ടൂല. ഇതെങ്ങനെ വേണ്ട അലുവകാശമായി മുറിച്ചതാ. ഇതെല്ലാം റോഡ് സൗകര്യം വരുവാനെ കുട്ടി നോക്കളി. നമ്മളെന്താ ശരിക്കും നോക്കിയോട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കച്ചവടമായി കഴിഞ്ഞിട്ട് നിനക്കും നോക്കും കൂടെ ഉള്ളതാണ്. പിന്നെ ഞാൻ റോഡാണ് അതിലേക്ക് തന്നെ ഏത് പാത്രത്തിലേക്ക് ബസ്സും കിട്ടോ. ഇതാണ് മോളെ ഞങ്ങൾ വീടുള്ള സ്ഥലം. നോക്കിക്കോട്ടോ, നല്ല സ്ഥലല്ലേ. ഇങ്ങനെ കേട്ടോ, കേട്ടോ. ബീരാൻ ആ പാർട്ടീന് ആ സ്ഥലം കാണിക്കുന്നുണ്ട്. കുതിരാക്കത് ഇഷ്ടായോ? ഓൻ 1000 ചോദിച്ചിട്ട് തരാല്ല. ഓൻ ഇതൊന്നൊന്ന് കച്ചവടം ചെയ്യണമെന്ന് കാണുന്നു. എങ്ങനെയും മുടക്കണട്ടെ, എങ്ങനെയും മുടക്കണം. ഇന്ന് ഓന്റെ കൊങ്ങൊക്കെ പിടിച്ചിട്ടാണെങ്കിലും ആ പരിപാടി ഇന്ന് മുടക്കിട്ട് 1000 കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഓൻ്റെ മുടക്കിട്ടേ ഒരു 2 പൊട്ടിക്കാൻ പോയോക്കല്ലേ വേണ്ടത്. പോയോക്കല്ലേ ഏകരി പോയോക്കെ. അളിയാ, പിന്നെ കുഴപ്പമില്ല. എന്താ സ്ഥിതി? നമുക്ക് നോക്കിയ അഡ്വാൻസ് കൊടുക്കല്ലേ? നല്ല സ്ഥലമാണ്. ഇപ്പൊ ഞാൻ പോയി നോക്കിയപ്പോഴേ കുഴപ്പമില്ല, നല്ല നിരന്ന സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ റോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കല്ലേ? വിലയൊക്കെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കല്ലേ? അഡ്വാൻസ് കൊടുക്കല്ലേ? ആരാ ബീരാൻ കറി? ഹലോ, കമ്പനിക്കാരാണോ? സ്ഥലമെടുക്കാൻ വന്നാണ് ഞങ്ങളെ. എപ്പോഴും ഇങ്ങനെ സ്വീപ്പാക്കാൻ വേണ്ടി നടക്കണേ. നിങ്ങളെപ്പോഴും എല്ലാം നമ്മൾ സ്വീപ്പാക്കാനായിട്ട് ഇങ്ങനെ നടക്കണേ. ഒരു കാര്യം പറയാൻ വന്നല്ലേ ബീരാനേജ് മുണ്ടരുത്. ചോദിക്കട്ടെ, ഇതാരാ സ്ഥലം എടുക്കണേ? നമ്മളെ അളിയനാണ് സ്ഥലം എടുക്കണേ. നമ്മളെ അളിയനാണ്. ദൈവത്തോർത്തി ഇടയ്ക്ക് എനിക്ക് ഇവിടെ വരാനുള്ള ഒരു അനുമതി തരണം. എന്താണ് നിങ്ങളെ കാല് ഞാൻ പിടിക്കാം. എന്താ പ്രശ്നം? അതെന്താ പാപ്പി പറഞ്ഞുതരും. അത്രയും വിഷമുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങളോട് എനിക്ക് വേറൊരു കഥ പറയാൻ. വീരാണ് ഇവിടെ ഓന്റെ വല്യച്ഛനും വല്യമ്മയും വല്യപ്പനൊക്കെ ഇവിടെ മരിച്ചിട്ടേ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇവിടെ നമ്മള് അടക്കം ചെയ്തതാ. ഈ സ്ഥലം ഉണ്ടല്ല, പാപ്പീന്റെ മുതുമുത്തച്ഛന്മാര് വിറ്റ സ്ഥലം. അതേണ്ട ആൾക്കാർ വന്ന് കണ്ടാ ഇത് മറ്റേ ടീം വരികയാണ്. മാസത്തിൽ ഒരു ദിവസം അങ്ങനെ വരും ഇവിടെ. കോലത്തിലെ വരിക. വേണ്ട അപ്പുറത്ത് കാവാണ്. അത് കാവാണ്. വരട്ടെ വീരാണ്. അത് കാവാണ്. 1000 തന്നില്ല.
ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റിയ അനുയോജ്യമായ സ്ഥലം ഒന്നല്ല. നോക്കിക്കോളി, നിങ്ങൾ നോക്കിക്കോളി, നമുക്ക് പ്രശ്നമല്ല കേട്ടാ. മാസത്തിൽ ഇവന് ഇവിടെ വരുന്ന ഈ സ്ഥലം കൊടുക്കുന്നവൻ മുടിഞ്ഞ കുത്തവാളെടുത്ത് പന്താറടങ്ങും. നല്ല സ്ഥലാട്ടോ, സ്ഥലം നല്ലത്. ആ ഇതിപ്പോ മാസത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ വരില്ല, ഒരു വട്ടം വരുള്ളൂ. അതിനൊരു അനുമതി കൊടുത്താൽ മതി. മാമ്പറത്തെ തെങ്ങനെ കയ്യിലായതൊക്കെ കളയല്ലേ വീരാനെ, ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ആ പാർട്ടിനോട് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. എന്ത് ഏത് തെണ്ടിയാണ് ഏത് വാപ്പാനെ കുറ്റിട്ടികളെ മര്യാദ ചോദിച്ചോ, ഒരു 1000 റുപ്യ ഈ തന്നോ? 1000 റുപ്യ തരാറ് ചിലപ്പോ തരാൻ റിസർവ് വേണ്ട. എന്ത് റിസർവ് ബാങ്ക്? എന്നോട് ഞാൻ പറഞ്ഞല്ലോ കിട്ടുമ്പോ തരുന്ന്. ആ തെണ്ടിന്റെ ക്ലിയർ ആയില്ലപ്പോ? ഞാനിവിടെ ഇല്ലേ? ഇവിടെ അളിയാ നമ്മക്ക് ഇത് വേണ്ട, സ്ഥലം വേണ്ട, നമ്മ പോവാ. എന്തോ ഒലക്ക പരിപാടി ഭയങ്കര തിരിച്ചൂടെ മനുഷ്യനെ പറ്റിക്കാരായിട്ട് അള്ള നമുക്ക് കാക്ക അടിച്ചുകളെ ഉള്ള കാക്കോ എന്റെ മോന്റെയും മരുമോന്റെ മുമ്പിൽ നാണം കെടുത്തി നടന്നു. ഇമാരി പോർക്കപ്പയും കൂടെ ഉള്ള കാക്കോ. വീരാനല്ല ചാത്തട്ടി അങ്ങനെയുണ്ട് വീരാനെ. അല്ല വീരാനെ, നീ എവിടെ കച്ചവടം ഉണ്ടോ? ഒന്ന് രണ്ട് കച്ചവടം ഉണ്ട് കുട്ടി, അവിടെ ഇവിടെ ഒക്കെ അത് എവിടെ വീരാനെ? ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്തന്നല്ലേ? എന്തിനാണ് അല്ലാതെ അങ്ങോട്ട് വരാച്ചിട്ടായിരുന്നു. നടക്കോ? നിങ്ങൾ സ്വിപ്പാക്കലില്ല. 10,000 2,000 രൂപ തരാം. ചങ്ങായി ആദ്യം 1000 തന്നാല് വണ്ടിയും നല്ലോനടാ വണ്ടിയും പരിന്റെ കിട്ടിയില്ല. കിട്ടിയില്ലേ? നെഞ്ചുണ്ടിനൊക്കെ പറഞ്ഞ മാതിരി ഇപ്പൊ ഇതിന്റെ മുകളിൽ ഓരോ കാരണന്മാരാർക്കും ഉണ്ടോ?